ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഹെൽത്തി ദോശ. ഈ ദോശയ്ക്ക് ഒരു ചട്നി വേണമല്ലോ, അത് നമ്മൾ ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് കുതിർത്തതാണ്. ഒരു രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഈ പയർ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചെടുത്ത പയർ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിതാ കുറച്ച് റാഗി പൗഡറും കൂടെ എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് റാഗി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്നും അരിയും അരച്ചിട്ടുള്ള ദോശ മാവാണ്. ഒരു 2 തവിക്ക് ഒഴിച്ചു കൊടുക്കാം. അത് അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പാകത്തിനുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെന്നുള്ളതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ മാവും കൂടെ ചേർത്ത് ഈ പാകം, നമ്മൾ ദോശയുടെ മാവിൻ്റെ പാകത്തിന് തന്നെയാണ് ഇത്രയും ജ്യൂസിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം. മാവ് ഈ പാകത്തിൽ ആണ് ഉള്ളത്. നമുക്കിത് ദോശ ഒഴിച്ച് നോക്കാം. പാകം നമുക്കൊന്ന് മറിച്ചിട്ട് ദോശ പാകമായി നമുക്ക് ഇതിന് പാത്രത്തിലേക്ക് മാറ്റാം. ദോശയ്ക്ക് ഒരു ചട്നി ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊട്ടുകടല ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിരി കൂടെ ചേർക്കാം. ഒരു 2 ചെറിയ ഉള്ളി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. മുളക് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള കാന്താരിയാണ്. ഇത് അധികം എരിവുള്ളതല്ല, അതുകൊണ്ട് ഒരു 4-5 എടുത്തിട്ടുണ്ട്. ഒരു അല്പം കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിപ്പോയി, അത് സാരമില്ല. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ചമ്മന്തി റെഡി. ചമ്മന്തി വെച്ചു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് റെഡിയാക്കി എടുക്കാം.